ഇവിടെ ജനവികാരം, ജനപിന്തുണ എന്ന ഒരു വലിയ പദം ഇപ്പോൾ വളരെ പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആക്ഷരികമായി വി.ഡി. സതീശനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഈ UDF എന്ന് പറയുന്നത് ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ വേറെ ഘടകകക്ഷികളുണ്ട്. അത് കാണേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഘടകകക്ഷികളും ഏകസ്വരത്തിൽ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അദ്ദേഹം നൽകിയ നേതൃത്വമാണ് ഈ തിളക്കമാർന്ന വിജയത്തിന് കാരണമായത്. അതുകൊണ്ട് അദ്ദേഹമാണ് സർവ്വതാ യോഗ്യൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനെന്ന് ഈ എല്ലാ ഘടകകക്ഷികളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമുള്ള ഒരു ജനവികാരം, ജനപിന്തുണ എന്ന പദം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. കാരണം ഈ നേതാക്കന്മാരാരും സ്വന്തമായി എവിടെ നിന്നെങ്കിലും ഉത്ഭവിച്ചു വന്നതല്ല. ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അവർക്ക് ഈ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇവരൊക്കെ MLA-മാരായത്. അപ്പോൾ അവിടെ 43, 53, 63 എന്നൊക്കെ കണക്ക് പറഞ്ഞ് ഒരാളിൻ്റെ പ്രാധാന്യം വിലയിരുത്തുന്നത് അശാസ്ത്രീയമാണ്. അത് ജനങ്ങളുടെ വികാരത്തോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് ജനവികാരവും ജനപിന്തുണയുമാണ് യഥാർത്ഥത്തിൽ കണക്കിലെടുക്കുന്നതെങ്കിൽ ഈ 3 പേരിൽ തീർച്ചയായും വി.ഡി. സതീശനാണ് മുൻനിരയിൽ നിൽക്കുന്നത് എന്നാണ് നാം കരുതുന്നത്. കേരളത്തിലെ പൊതുമണ്ഡലം ആഗ്രഹിക്കുന്നത്, പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ഭൂരിപക്ഷം എന്ന രീതിയിലുള്ള ഒരു കണക്ക് ശാസ്ത്രം, ഒരു രീതിശാസ്ത്രം കോൺഗ്രസ്സിനുണ്ട്. പക്ഷേ അതൊന്നും കോൺഗ്രസിൻ്റെ ഭരണഘടനയിലുള്ളതല്ല. ഘടകകക്ഷികളുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. അതുകൊണ്ട് അവരുടെ അഭിപ്രായം മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല. കാരണം മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ഒറ്റയാൾ കക്ഷികളായിട്ടുള്ള CMP, അതുപോലെ മറ്റ് കക്ഷികളൊക്കെയും ഏകസ്വരത്തിൽ ഈ സതീശന് വേണ്ടി പറയുമ്പോൾ ഒരു സുഗമമായ ഭരണം ഏതായാലും ഈ ഹൈക്കമാൻഡും കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന രീതിയിൽ ഞാൻ സംശയാതീതമായി പറയുന്നു, ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് നല്ല വില കൊടുക്കുന്ന ഒരു രീതിയിലുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ജനവികാരം എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഏതെങ്കിലും കാരണവശാൽ KC വേണുഗോപാലിന് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ എന്ത് നിലപാടെടുക്കും എന്ന കാര്യം വളരെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് അപക്വമാണ്. എന്തായാലും അത് ഒരു സുഗമമായ അധികാര കൈമാറ്റമായിരിക്കുകയില്ല. അത് പ്രതിസന്ധികൾ ഉണ്ടാക്കിയെങ്കിൽ അത് അങ്ങനെ ഉണ്ടാക്കുമെന്ന് ഭയക്കുന്നവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.